നിങ്ങൾ ഈ കാണുന്ന ഓർണമെന്റൽ പ്ലാന്റ് ഇതിന്റെ പേര് റീജർ ബിഗോണിയ, പിന്നെ ജർമ്മനിൽ പറയണമെങ്കിൽ റീഗ ബിഗോണിയ എന്നൊക്കെയാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ റീജർ ബിഗോണിയ എന്നാണ് ഇതിന് പറയണത്. അപ്പോൾ ഇത് റോസ് ലൈക്ക് ബ്ലോസംസ് ആണ്, റോസ് പോലെ ഇരിക്കും പൂ, ചെറുതായിട്ട് പൂവും. പിന്നെ അത് ഹൈബ്രിഡ് ആണ്, വാക്സ് ബിഗോണിയും ട്യൂബറസ് ബിഗോണിയുടെയും ഹൈബ്രിഡ് ആണ്. പിന്നെ വിന്ററിലും ബ്ലൂം ചെയ്യും. അപ്പോൾ അത് കാരണം ഫെസ്റ്റീവ് ഹോളിഡേ ഹൗസ് പ്ലാന്റ്സ് ആയിട്ട് വെക്കാറുണ്ട്. പിന്നെ അത് പല കളറിൽ വരുന്നുണ്ട്: പിങ്ക്, റെഡ്, യെല്ലോ, ഓറഞ്ച്, വൈറ്റ്. പിന്നെ ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് വേണം. ഡയറക്റ്റ് സൺലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോവും, പൂവൊന്നും ഉണ്ടാവത്തില്ല, കൊഴിഞ്ഞു വീഴും. പിന്നെ മോയ്സ്റ്റ് സോയിൽ പാടില്ല, മണ്ണിന് അധികം നനവ് പാടില്ല, റൂട്ടിങ് വരും. പിന്നെ ഐഡിയൽ ടെമ്പറേച്ചർ 15 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടു 21 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. പിന്നെ ഇതിനെപ്പറ്റി പറയാനുള്ളത് പറഞ്ഞാൽ ലോങ് ബ്ലൂം സൈക്കിളാണ്, കുറേ പ്രാവശ്യം പൂവുണ്ടാവും, അതാണ് ലോങ് ബ്ലൂം സൈക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ കണ്ടെയ്ൻസ് സോളുബിൾ കാൽഷ്യം ഓക്സലേറ്റ്, ടോക്സിക് ടു അപ്പോൾ അത് കാരണം ഇറ്റ് ഈസ് ടോക്സിക് ടു ഡോഗ്സ് ആൻഡ് ക്യാറ്റ്. അപ്പം പൂച്ചക്കും പട്ടിക്കും ടോക്സിക് ആണ്. അപ്പോൾ ഈ സംഭവം കഴിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നെറ്റിൽ മുഴുവൻ കിടക്കുന്നുണ്ട് ഈ ബിഗോണിയ. ഈ നാസ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ അത് റൂമിലുള്ള VOCസിനെയൊക്കെ വലിച്ചെടുക്കും, അത് കാരണം ഹെൽത്ത് ബെനിഫിഷ്യലാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് വേറൊരു സയൻസ് അലേർട്ട് എന്ന് പറഞ്ഞ ഒരു സൈറ്റിൽ അതിനെ പറ്റി എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട്. നാസ അങ്ങനെ പറഞ്ഞെങ്കിലും ഈ 1-2 പ്ലാന്റ്സ് വെച്ചിട്ട് എയർ പ്യൂരിഫയറിൻ്റെ ഫങ്ഷൻ ചെയ്യില്ല. അങ്ങനെ നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരു സ്ക്വയർ മീറ്ററിൻ്റെ അകത്ത് 1000 ഈ ബിഗോണിയ ഇതുപോലത്തെ പ്ലാന്റ്സ് വേണം. ഓക്കെ.